ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഉലുവ വിരകിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതേപോലെ കുറേ ലേഹ്യങ്ങൾ ഈ കർക്കിടകം സ്പെഷ്യലായിട്ട് കുറേ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഉള്ളി ലേഹ്യം, നെല്ലിക്ക ലേഹ്യം, കർക്കിടക്കഞ്ഞി, ഉലുവക്കഞ്ഞി എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഉലുവ ലേഹ്യം എന്ന് പറയണത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും വയസ്സായവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ലേഹ്യമാണ് ഇത് പുറം വേദന, നടുവേദന, കൈക്കാൽ വേദന എന്ന് വേണ്ട മുടിക്കും സ്കിന്നിനും ഒക്കെ ഉപയോഗമുള്ള ഒരു ലേഹ്യമാണ് ഇത് കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. പിന്നെ ഞാനിതിൽ പലപ്പോഴും ഞാൻ ഉലുവയുടെ ഗുണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് ഗുണങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ എല്ലാവരും കാണാനായിട്ട് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഉലുവ ലേഹ്യം ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ഒരു ടീം റെഡി ആയിട്ടുണ്ട്. വേറെ ആരുമല്ല, ഞാനും വിഗിതയാണ് ലേഹ്യം ഉണ്ടാക്കാനായിട്ട് പോണത്. അപ്പോൾ നമ്മളൊരു 1/2 കിലോ ഉലുവ വെള്ളത്തിൽ കുതിർത്താനായിട്ട് തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് നല്ല വെള്ളത്തിൽ കുറേ പ്രാവശ്യം കഴുകി കളഞ്ഞിട്ട് നല്ല വെള്ളത്തിലാണ് നമ്മളിത് കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. കാരണം ഇത് ഈ വെള്ളത്തോടു കൂടിയാണ് നമ്മൾ വേവിക്കാനായിട്ട് പോണത്. അപ്പം ഞാൻ ഉലുവ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ വെള്ളത്തോടു കൂടി, കുതിർത്തിയ വെള്ളത്തോടു കൂടിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉലുവയുടെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ വേവിക്കാനായിട്ട്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങയുടെ 2ാം പാലിൽ വേണമെങ്കിൽ വേവിച്ചെടുക്കാം. അപ്പം ഞാനിത് കുതിർത്തി വെച്ചിട്ടുള്ള വെള്ളത്തിലാണ് വേവിച്ചെടുക്കണത്. അപ്പം നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 4 വിസിലടിച്ചതിന് ശേഷം നമുക്ക് നോക്കാം. ഇനി ഞാനിവിടെ ഒരു 4 നാളികേരമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് 1ാം പാലും 2ാം പാലും ഇതിൽ നിന്ന് എടുക്കണം. അപ്പം നമുക്ക് ഇത് ഉടച്ച് ചിരകി 1ാം പാലും 2ാം പാലും ഒക്കെ എടുക്കാം. അപ്പം നമ്മൾ ഒരു പാത്രത്തിൽ 1ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2ാം പാല് തികയില്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടിയും കുറച്ച് തേങ്ങാപ്പീരയിൽ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും തേങ്ങാപ്പാൽ എടുക്കാം. അത് നമ്മൾ സാധനങ്ങൾ ചേർക്കണ സമയത്ത് തേങ്ങാപ്പാൽ പോരായി ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയാവും. പിന്നെ ഞാനിവിടെ ഒരു 600 ഗ്രാം ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 250 ഗ്രാം ബദാം കുതിർത്താനായിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 200 ഗ്രാം ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 3 സാധനങ്ങളും നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടിയും ഒരു കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. പക്ഷേ ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ഓപ്ഷണലാണ്. ഇത് 3ഉം ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇനി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഉണക്കമുന്തിരിയും ബദാമും ഞാൻ കഴുകി കളഞ്ഞിട്ട് പൊട്ട വെള്ളത്തിൽ കുറച്ച് കഴുകി കളഞ്ഞിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ടേക്കണതാണ്. ഈ ഡേറ്റ്സ് ഇനി നമുക്ക് കുരു കളഞ്ഞിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഉള്ളി ലേഹ്യത്തിന് ചെയ്ത അതേ പ്രോസസ്സൊക്കെയാണ് എല്ലാ ലേഹ്യങ്ങളിലും ഒരുവിധം ഉള്ളത്. കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുമെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ഉലുവ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറും നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരയ്ക്കാതെയും നമുക്ക് ലേഹ്യം ഉണ്ടാക്കാം. പക്ഷെ അത് ഭയങ്കരമായിട്ട് കടിക്കേണ്ടി വരും ലേഹ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ. അപ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ട് ലേഹ്യം ആക്കുകയായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഉലുവ ഇവിടെ ചൂടാറട്ടെ. ആ സമയത്ത് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള ബദാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ആ വെള്ളത്തോടു കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വെള്ളത്തിലാണ് നമ്മൾ കുതിർത്താനായിട്ട് ഇട്ടിരുന്നത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് നല്ലോണം പേസ്റ്റ് പോലെ അരക്കില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഏത് പാത്രത്തിലാണോ നമ്മൾ ലേഹ്യം ഉണ്ടാക്കുന്നത് ആ ഉരുളിയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുതിർത്തി വെച്ചിട്ടുള്ള ഉണക്കമുന്തിരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഡേറ്റ്സ് ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് 2ാം പാൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നും ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് ടേസ്റ്റും അതുപോലെ തന്നെ ഗുണങ്ങളും കിട്ടും. ഇപ്പം നമ്മൾ ഈ ഡേറ്റ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഉലുവ കുറേശ്ശെ മിക്സിയുടെ ജാറിലിട്ട് തേങ്ങാപ്പാൽ, അതായത് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. വല്ലാണ്ട് പേസ്റ്റ് പോലെ അരയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മൾ ഉലുവയൊക്കെ അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങയുടെ 2ാം പാൽ ഞാൻ കാണിച്ച് തന്നത് മാത്രമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് ശർക്കര പാനിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 1.5 കിലോ ശർക്കര, സാധാ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ പാനിയാക്കി അരിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉലുവയായതുകൊണ്ട് നന്നായിട്ട് കയ്പ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് മധുരം ഞാൻ കൂട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മാത്രമാണ് 1.5 കിലോയിൽ പാനി മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ അരച്ചിട്ടുള്ള കാരണം ഒന്നും കൂടി കയ്പ്പ് കൂടും. അപ്പോൾ അത്രയ്ക്ക് ശർക്കര വേണ്ടി വരും. അപ്പം ഞാൻ എടുത്തിട്ടുള്ള ഉലുവയിലേക്ക് എനിക്ക് 1.5 കിലോ ശർക്കരയുടെ അടുത്ത് തന്നെ എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 1.25 കിലോ തൊട്ട് 1.5 കിലോ വരയ്ക്ക് ശർക്കര ചേർക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങയുടെ 1ാം പാൽ ഒഴിച്ച് ബാക്കി എല്ലാതും നമ്മൾ ഉലുവയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടിയും ഇതിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ലേഹ്യത്തിൻ്റെ ഒരു രൂപത്തിലാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഉലുവയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്ത് കുറച്ച് നേരം എടുക്കും. പ്രത്യേകിച്ച് നമ്മൾ ഇത് ഉലുവ അരച്ചത് കൊണ്ട് അതിൻ്റെ ആ വഴുവഴുപ്പൊന്ന് മാറി കിട്ടാനായിട്ട് കുറച്ച് സമയം പിടിക്കും. അപ്പം ഞാനിതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇളക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. കാരണം ഉലുവയുടെ ആ ഒരു വഴുവഴുപ്പുള്ള കാരണം അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ആരോഗ്യത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനും വളരെ ഗുണകരമായിട്ടുള്ള ഒന്നാണ് ഉലുവ. ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന്, പ്രത്യേകിച്ച് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് ഉലുവ വളരെയധികം സഹായിക്കുന്നുണ്ട്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിനും വെയിറ്റ് ലോസിനും വളരെയധികം ഉലുവ സഹായിക്കുന്നുണ്ട്. സൗന്ദര്യ സംരക്ഷണത്തിന് മാത്രമല്ല, മുടി വളർച്ചയ്ക്കും ഉലുവ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിനും ക്യാൻസറിനെ തടയുന്നതിനും ഒക്കെ ഉലുവ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ഇപ്പം നമ്മുടെ ഉലുവയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തേങ്ങയുടെ 1ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 1ാം പാൽ ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ച് എടുക്കണം. ഇനി ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നെയ്യ് താല്പര്യമില്ലാത്തവർക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാൻ നല്ലെണ്ണയും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ശർക്കര മധുരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1.5 കിലോ ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് പാനിയാക്കി എടുക്കുക. അത് അരിച്ചിട്ട് അതിന് ഒരു 1/4 ഭാഗം ഒഴിക്കുക. ഒരു 1.25 തൊട്ട് 1.5 കിലോ വരയ്ക്ക് മധുരം ഇതിനാവശ്യമാണ്. ഇപ്പം നമ്മുടെ ഉലുവയിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇത് ഇത്തിരിയും കൂടിയും ഒന്ന് ആയി വരാനുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉലുവ അരച്ചതായ കാരണം ഇതിൻ്റെ ആ വഴുവഴുപ്പ് ഒന്ന് പോയി കിട്ടാൻ കുറച്ച് സമയമെടുക്കും. അപ്പം ഞാൻ ഇനി ലാസ്റ്റ് സ്റ്റേജിൽ ഒന്ന് കാണിക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ഉലുവ വിരകി ഈ ഒരു രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിലാവുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. ആ വഴുവഴുപ്പൊക്കെ മാറി നന്നായിട്ട് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഉലുവ വിരകിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.